വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റേറി സിസ്റ്റേഴ്സ്. ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ 2 ഉരുളക്കിഴങ്ങ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞു വയ്ക്കുക. പിന്നെ അതിനുശേഷം 2 ക്യാരറ്റ് എടുക്കുക, അതും ഇതേപോലെ അരിഞ്ഞു വയ്ക്കുക. പിന്നെ കുറച്ച് ബീൻസും, പിന്നെ 2 ടൊമാറ്റോ എടുക്കുക, അതുപോലെ ഒരു 5-6 പച്ചമുളകും ഇതുപോലെ അരിയുക. എന്നിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. പിന്നെ 1 സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്യുക. ഏകദേശം ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സ്പൈസസ് എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ബീൻസ് ആഡ് ചെയ്യണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീൻസിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സൈഡിൽ കൂടെ ക്യാരറ്റ് അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടുക. എന്നിട്ട് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി. വെജിറ്റബിൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഏകദേശം അത് നായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഏകദേശം 2 സ്പൂൺ നെയ്യാണ് ഞങ്ങളിവിടെ അയച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിത് വഴറ്റാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അരി എടുക്കാം. ഏകദേശം 3 ഗ്ലാസ് അരിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ബസുമതി റൈസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അരി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് കഴുകി മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒരുവിധം വഴണ്ടിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് മസാല ആഡ് ചെയ്യുക. 2 സ്പൂൺ ഗരം മസാലയും 2 സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒരു മസാലകളും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒരു ഐറ്റംസും ഇല്ല. എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് ഉള്ളത്. മസാലയെല്ലാം ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിട്ട് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിന് ശേഷം ഒരു 2 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. ഏകദേശം ഇതിലെ വെള്ളമെല്ലാം വറ്റുന്ന വരെയാണ് ഇങ്ങനെ വേവിക്കേണ്ടത്. അതായത് ഏകദേശം ഈ ഒരു പരുവം. നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തൈരും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് പുലാവ് ഉണ്ടാക്കി നോക്കൂ. സ്വാദിഷ്ടമായ ഒരു പുലാവ് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പം ടാറ്റാ, ഓക്കെ, ബൈ.